നിങ്ങൾ ഞാൻ ഇങ്ങനെ ഇറങ്ങി വരുമ്പോൾ പെട്ടെന്ന് ചോദിച്ചാൽ ഞാൻ പേടിച്ചു പോകില്ലേ? ഹിറ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഭീമമായ അങ്ങനെ കളക്ഷൻ കയറുമെന്നും അറിയത്തില്ല. അവർക്ക് എന്തായാലും മുടക്കുമുതൽ കാര്യങ്ങളൊക്കെ കിട്ടും, കുഴപ്പമില്ലാത്തൊരു വിജയം കിട്ടും. ഇതൊരു 100 കോടിയൊന്നും ക്ലബ് അടിക്കുമെന്നും ഞാൻ പറയുന്നില്ല. കുറച്ച് കോമഡിയൊക്കെ ചെയ്യുന്ന ആളാണല്ലോ. ഇതിൽ കുറച്ച് സീരിയസ് ആയിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നടക്കുന്ന ബ്രോ, ധ്യാൻ്റെ ഒരു ഹിറ്റാണോ? 2025 ആദ്യത്തെ ഹിറ്റാണോ ധ്യാൻ്റെ? പറയാൻ കുഴപ്പമില്ല. എങ്ങനെയുണ്ട് പെർഫോമൻസ് ഒക്കെ? എങ്ങനെയുണ്ട് എല്ലാവരുടെയും? എങ്ങനെ എപ്പോഴത്തെ ഒരു സോഷ്യൽ മീഡിയ മെസ്സേജ് ഇപ്പോൾ സൈബർ ക്രൈം അതെ 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 ആ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ എങ്ങനെയുണ്ട് പെർഫോമൻസ് ഒക്കെ? എങ്ങനെയുണ്ട് ധ്യാൻ്റെ, ദിവ്യ പിള്ള, ആരൊക്കെ ഉണ്ട് വേറെ? ഡീറ്റെയിൽസ് അറിയില്ല. കൊള്ളാം. എങ്ങനെയാ ഫാമിലിക്കൊക്കെ കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു സിനിമയാണോ? അതോ കമ്പാരിറ്റീവ്ലി ധ്യാനിൻ്റെ അവസാനത്തെ കുറച്ച് പടങ്ങൾ നോക്കുകയാണെങ്കിൽ ഇച്ചിരി ബെറ്റർ ആണ് പടം. കുഴപ്പമില്ലാത്തൊരു പടം. ഈ പടം കണ്ടുകൊണ്ട് നമുക്ക് ഡിസപ്പോയിൻമെൻ്റ് ഒന്നും തോന്നത്തില്ല. തുടങ്ങുന്ന ടൈമിൽ ഞാൻ കണ്ടുകൊണ്ടിരുന്നപ്പോൾ എന്താവുമെന്നൊരു ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു 15-20 മിനിറ്റ് ഒക്കെ കഴിഞ്ഞപ്പോൾ തന്നെ സബ്ജക്റ്റ് കൊള്ളാമെന്ന് തോന്നി. ഓവറോൾ കുഴപ്പമില്ലാത്തൊരു പടമാണ്. ദിവ്യ പിള്ള നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. ഇതിൽ ഏറ്റവും എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ തീം തന്നെയാണ്. വളരെ ശക്തമായൊരു തീം അവർ വളരെ കുഴപ്പമില്ലാത്ത രീതിയിൽ എക്സിക്യൂട്ട് ചെയ്തിട്ടുണ്ട്. ഇതിങ്ങനെ കാശ് കൊടുത്ത് കാണാൻ പറ്റുന്ന സിനിമയാണോ? കുഴപ്പമൊന്നുമില്ല. ഇപ്പം ഞാൻ പറഞ്ഞ അതാണ്, ധ്യാനിൻ്റെ ലാസ്റ്റ് കുറച്ച് പടങ്ങൾ വെച്ച് നോക്കുകയാണെങ്കിൽ ഇത് കമ്പാരിറ്റീവ്ലി ബെറ്റർ ആണ്. ഈ പടം കണ്ട ആരും ഡിസപ്പോയിൻറ്റഡ് ആവില്ല. കുഴപ്പമില്ലാന്ന് തോന്നുന്നു. വർഷങ്ങൾക്ക് ശേഷം വരുന്ന ഒരു ഹിറ്റായിട്ട് പ്രതീക്ഷിക്കുക അല്ലേ ഒരു സിനിമ? വർഷങ്ങൾക്ക് ശേഷം ലാസ്റ്റ് ഹിറ്റായി പടമല്ലേ ധ്യാൻ്റെ? 15 അടുത്തൊരു ഹിറ്റ് പ്രതീക്ഷിക്കാമോ? ഇത് ഹിറ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര ഭീമമായ അങ്ങനെ കളക്ഷൻ കയറുമെന്നും അറിയത്തില്ല. അവർക്ക് എന്തായാലും മുടക്കുമുതൽ കാര്യങ്ങളൊക്കെ കിട്ടും, കുഴപ്പമില്ലാത്തൊരു വിജയം കിട്ടും. ഇതൊരു 100 കോടിയൊന്നും ക്ലബ് അടിക്കുമെന്നും ഞാൻ പറയുന്നില്ല. പക്ഷേ കുഴപ്പമില്ലാതെ പോകും. സാമാന്യം നല്ലതാണ്, കണ്ടിരിക്കേണ്ട ഫിലിമാണ്. നല്ല ഫിലിമാണ്. ധ്യാൻ ശ്രീനിവാസൻ നന്നായിട്ടുണ്ട്. സാധാരണ കുറച്ച് കോമഡിയൊക്കെ ചെയ്യുന്ന ആളാണല്ലോ. ഇതിൽ കുറച്ച് സീരിയസ് ആയിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണ്. പലരും പേടികൊണ്ടത് പറയാതെയൊക്കെ ഇരിക്കും, പക്ഷെ പ്രതികരിക്കണം എന്നുള്ളതാണ് ഫിലിം കാണുന്നത്. എങ്ങനെയുണ്ട് പെർഫോമൻസ് ഒക്കെ? എങ്ങനെയുണ്ട് എല്ലാവരും? കൊള്ളാം, നല്ല അഭിനയമായിരുന്നു, നന്നായിട്ടുണ്ട്. നമ്മൾ ഇപ്പോൾ ഈ 2024 നമ്മൾ ഇങ്ങനെ ഒരു കുടുംബം ആയിരിക്കില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഒരു 2015 ഒക്കെ സമയത്ത് ഇതുപോലെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഭർത്താവ് പറയുന്നതാണ്. ഇന്നൊരു പ്രശ്നം ഉണ്ടായ ഭാര്യ പാർട്ട്നേഴ്സിൻ്റെ പറഞ്ഞിട്ട് പെട്ടെന്ന് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷെ നല്ല സിനിമയാണ്, നല്ല സ്ക്രിപ്റ്റാണ്, എല്ലാവരും നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. കൊള്ളാം, നന്നായി.